ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, GTA San Andreasന്റെ കാർ മോഡിഫിക്കേഷൻ ഗെയിമായിട്ടാണ്. ഇവിടെ കാണുന്ന മോഡിഫിക്കേഷൻ കണ്ടില്ലേ, ആ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകണം. അവിടെ പോയി നമ്മൾ കാറ് മോഡിഫൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാം വെച്ചാൽ ഒരു വീഡിയോ കാണുന്ന എല്ലാം വെച്ചാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്ന പരമാവധി നിങ്ങൾക്കാണെങ്കിൽ ഈ വീഡിയോ അനുകൂലമായി, അതായത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങളും ഇത്തരമുള്ള GTA San Andreas കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം യൂസ്ഫുൾ ആവട്ടെ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ പോലീസ് കാറാണ്. അപ്പോൾ ഞാൻ ഒരു കാറ് ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തിരുന്നു. ആ കാറ് മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ CJയുടെ ഹൗസിൻ്റെ ഗ്യാരേജിലാണ് ഉള്ളത്. അപ്പോൾ ആ കാറ് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു കാറാണ്. നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഞാൻ സപ്രസർ കാണിച്ചു തരാം, മിസ്റ്ററി ബോക്സായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്, പുതിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാ മെച്ചമാരും ലൈക്ക് അടിക്കുക, പൊളിച്ചടിക്കാൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ടെത്തി. നമ്മുടെ CJയുടെ വേറൊരു മാൻഷൻ പോലത്തെ സ്ഥലത്തെത്തി. ഇവിടെ കാറ് കാണും, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു കാറാണ്. ഇവിടെ പക്ഷേ ആ കാറിനൊരു സ്പീഡുണ്ട്, ബട്ട് അത് ലുക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടേണ്ട കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോഡിഫൈഡ് ചെയ്യുന്ന കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണം ഇങ്ങനെയാണ്. അതായത് കാറിന് നല്ല ലുക്കുണ്ടാവണം, അതുപോലെ തന്നെ കാറിന് നല്ല സ്പീഡ് ഉണ്ടാവണം. അതാണ്. അപ്പോൾ ആ കാറ് നമ്മൾ തിരയാൻ പോവാണ്. അപ്പോൾ ആ കാറിന് വേണ്ടി അതായത് ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഇറക്കം കയറി നമ്മൾ സ്പീഡ് പറഞ്ഞ് ഏറിപ്പോകണം. അത്രയുള്ള ഇതാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ പുതിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ മിസ്റ്റേക്ക് കാണും, അത് നിങ്ങൾ ക്ഷമിച്ചേക്കാം. ഇപ്പോൾ ഇനിയും വരുന്ന വീഡിയോസൊക്കെ നമുക്കൊക്കെ മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് ഏതിലാണ് എനിക്ക് തെറ്റിയത് അങ്ങനെ വെച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ഈ കാറാണ് ഞാൻ മോഡിഫൈഡ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ഇപ്പോൾ കണ്ടില്ലേ, പിങ്ക് നമ്മൾ ഇടിച്ചിട്ട വണ്ടിയില്ലേ, ആ വണ്ടിയാണ് ഞാൻ മോഡിഫൈഡ് ചെയ്തിരിക്കണം. കളറ് ബ്രൗൺ കളറാണ്. ബാക്കി മോഡിഫൈഡ് ഞാൻ ഹൈഡ്രോളിക് പ്രസ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കാറിന് മറ്റൊരു പ്രശ്നമുണ്ട്. ആ കാറുണ്ടല്ലോ ഗൈസ്, ആ കാറ് ആകെ 4 മോഡിഫൈഡേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 4 ഓപ്ഷൻസേ ഉള്ളൂ മോഡിഫൈഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ 4 എണ്ണവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളറും കാറിലൊക്കെ നിങ്ങളും പറ ഗൈസ്, നിങ്ങളും കമൻറ്റ് ബോക്സിൽ അയച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ആ കാറിന് ഇച്ചിരി 4 ഇതൊക്കെ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല കാറൊക്കെ കിട്ടും. ഇത്തരമുള്ള കാറൊക്കെയാണ് ഞാൻ മോഡിഫൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കാറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാറെങ്കിലും നമ്മൾ മോഡിഫൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയതിന് ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ കണ്ട് രക്ഷിക്കുക, അങ്ങോട്ടൊരു രക്ഷിച്ച് തരിക. എനിക്ക് രക്ഷപ്പെടുത്തി തരണം നിങ്ങളെല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടുത്തി തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റിയിൽ നമ്മളെ ഒരു ബിഗ് പ്രസിഡൻറ്റ്, അതുപോലെ ഒരു റിച്ചായിട്ടുള്ള ആളായിട്ട് പേഴ്സണായിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി തരണം എൻ്റെ സിറ്റിയിൽ. അപ്പോൾ ഞാനിപ്പോൾ മാപ്പ് കണ്ടില്ല, ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ GTA San Andreas അല്ലാതെ ഒരു മിഷനില്ലേ, മെയിൻ മിഷൻസൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഓഫ് ലൈൻ വരെയൊക്കെ എത്തി. നമ്മൾ ടെമ്പനി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാറ് ഞാൻ കണ്ടു, ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കാറില്ല കേസ്, അത് ഈ കാറാണ്, അതായത് ട്രാക്ടറാണത്. നമ്മളെ GTA San Andreas നമ്മളെ ട്രോൾ ചെയ്ത് വിട്ടു, ലോലാക്കി വിട്ടു കേസ്. അപ്പോൾ നമുക്ക് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് വേണമെങ്കിൽ ഈ സിറ്റി മാത്രമല്ല, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സിറ്റി മാത്രമല്ല മോഡിഫൈഡ് എന്നുള്ളത്, ബാക്കി 3 സിറ്റിയിലുണ്ട്. ആ 3 സിറ്റിയിൽ നമ്മൾ ഓരോരോ കാർ വെച്ചും വെറൈറ്റി മോഡ് ഗ്യാരേജിൽ പോയി നമ്മൾ വെറൈറ്റീസ് കണ്ടെത്തി നമ്മൾ വെറൈറ്റി മോഡിഫിക്കേഷനൊക്കെ ചെയ്യും. അപ്പം നമുക്കൊരു കാർ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഈ കാർ നമുക്ക് എടുക്കാം. ആ പിങ്ക് കളറുള്ള കാർ നമുക്ക് എടുത്തിട്ട് നമുക്ക് മോഡിഫൈഡ് ചെയ്യാം. അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഗ്യാരേജിൽ എന്തൊക്കെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഗൈസ്, അവനവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് അവൻ പറയാം വണ്ടിയായിരുന്നു. നമ്മൾ നൈസിന് വണ്ടിയൊക്കെ അടിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഏകദേശം നമുക്ക് വണ്ടി കിട്ടി. ഇനി നമുക്ക് നേരെ മോഡ് ഗ്യാരേജിൽ പോവാം. അഥവാ ഇനി അവൻ പോലീസുകളെ വിളിക്കുമോ ഗൈസ്, എനിക്കറിയില്ല. അതാ വിളിച്ചാൽ സീനില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നമ്മുടെ
മോഡ് ഗ്യാരേജിലോട്ട് നേരെ നമുക്ക് വിട്ടേക്കാം. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഡിസ്കസ് അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. കണ്ടില്ലേ ഇവിടുത്തെ കൊണ്ടുകൊണ്ട് വണ്ടി പോലെ നമുക്ക് മോഡിഫൈഡ് ചെയ്യാനുള്ള പോലെ ഒക്കെ വണ്ടി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ അത് പറഞ്ഞിട്ട് എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ നല്ല ഇതായതുകൊണ്ട് നമ്മുടെ വണ്ടി ഐശ്വര്യമുള്ള വണ്ടികളൊക്കെ അതുകൊണ്ട് ഏത് വണ്ടിയാലും ഐശ്വര്യം നല്ല ഡ്രൈവിംഗ് ഒക്കെ പറഞ്ഞു തീർന്ന അപ്പം തന്നെ ഇടിച്ചു. അത് സീനില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഗ്യാങ്ങൊക്കെ വേറെ ഗ്യാങ്ങുകാരിലൊക്കെ ഉണ്ട്. ഇവരുടെ ഗ്യാങ്ങിലെ വണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ വണ്ടി വെച്ച് നമുക്ക് സെറ്റാക്കാം. ഇതൊന്നും തുറക്ക് ഇടിച്ചു ഗൈസ്. വണ്ടി കിട്ടൂല. ആ വണ്ടി എടുക്കാം. ആ വണ്ടി കിട്ടൂല. അത് പോട്ട് ഓക്കെ. ഈ കാർ ഇതെടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം. അതൊന്നും കിട്ടൂല ഗൈസ്. എല്ലാം പോയത് അതാവുന്നു വണ്ടി കിട്ടത്തില്ല ഗൈസ്. അതൊന്നും ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ പെയിൻറ്റ് സ്പ്രേ ഉണ്ട് ഇവിടെ മറ്റേ കോപ്സും കാറിലൊക്കെ വന്നാൽ നമുക്ക് പെയിൻ്റ് അടിച്ച് നമുക്ക് പോലീസിനെ രക്ഷപ്പെടാൻ പറ്റും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് വെരിഫൈഡാണ്. ഓക്കെ കിട്ടി. ഓക്കെ ഒരുത്തന്നെ നമ്മൾ ഗ്രോസറിയിൽ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. അവനവിടെ പോയി ചാവട്ടെ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമല്ലേ, നമ്മളിപ്പോൾ നമ്മളെ സ്റ്റോറി മോഡിലൊക്കെ വന്നിരിക്കില്ലേ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണ്ണം വണ്ടി കിട്ടണം. ഓക്കെ കിട്ടി ഗ്യാങ് വണ്ടി കിട്ടി. ഇറങ്ങി അങ്ങോട്ട് പോടി. അല്ല പിന്നെ അവൾ മിണ്ടിയില്ല കേട്ടോ. അവൾ മിണ്ടിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാൻസ്ഫെൻഡറിലോട്ട് പോകാം. ട്രാൻസ്ഫെൻഡർ എന്നാണ് ഈ കടയുടെ പേര്, ബോഡി സ്വാപ്പ് ഷോപ്പ്. ഓക്കെ നമുക്ക് ഈ മോഡിഫൈഡ് ചെയ്യാം എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ കളേഴ്സ് വെൻസ് എല്ലാം ഉണ്ടല്ലോ. ഇതാണ് ഞാൻ ആഗ്രഹിച്ച വണ്ടി. ഹൈഡ്രോളിക് പ്രസ് നമുക്ക് ആദ്യം ചെയ്യാം. അത് നമുക്കിനി കളർ സെറ്റാക്കണം. അതാക്കണ്ട എസോസ്റ്റ് നമുക്ക് ലാർജ് ഉണ്ട്. നമുക്കിത് സെറ്റാക്കാം. എസോസ്റ്റ് നമുക്ക് ഇതാക്കണ്ട. ഇത് നമുക്കാക്കാം. അത് കഴിഞ്ഞ് കളർ നമുക്ക് ഒരു ഗ്രീനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് മറ്റേ ഇപ്പം നമുക്ക് കളർ സെറ്റാക്കാം. കളർ നമുക്ക് ഇത് വേണം. ഏതാ സെറ്റാക്കണം? പച്ച വേണം? ഏത് വേണം? ഇത് മറ്റേ ഇൻറ്റീരിയറാണ് എക്സ്റ്റീരിയറാണ്? ഇൻറ്റീരിയറാണ് സ്പെക്ടൊക്കെ. എനിക്ക് എക്സ്റ്റീരിയർ സെറ്റാക്കാം. എക്സ്റ്റീരിയർ ഞാൻ ഉദ്ദേശിക്കുക. നമുക്കിത് കളറാക്കാം. അല്ലേ ഈ കളർ അല്ല, വണ്ടി വേണ്ട. ചാണകപ്പച്ച അത് വേണ്ട. പേരൊക്കെ ആക്കട്ടെ. ഇത് സെറ്റ് അത് വേണ്ട. പിങ്ക് അത് വേണ്ട. ഇതിലാതെ പച്ച കൊള്ളാം. പച്ച അത് മതി ഗൈസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഗ്രോ സ്ട്രീറ്റ് തന്നെ നമ്മൾ സെറ്റാക്കാം. ഇൻറ്റീരിയർ കൊള്ളത്തില്ല. ഇൻറ്റീരിയർ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കളറ് ഒരു ഇത് കിട്ടുന്നില്ലല്ലോ. വെള്ളം എടുക്കാം അല്ലേ. വെള്ളം നമുക്കെടുക്കാം. വെള്ളം എടുത്ത് ഏതെടുക്കും? ഇത് കോമ്പിനേഷൻ നോക്കട്ടെ. വെള്ളം എടുക്കാം. ഗൈസ് വെള്ളം നമുക്ക് എടുക്കും കേട്ടോ. അത് നല്ലൊരു ഓക്കെ അത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെൻസ് സ്ക്വയർ എടുക്കാം. നമുക്ക് സ്ക്വയർ ബോട്ട് എടുക്കാം. ഓക്കെ വണ്ടിയുടെ ലുക്ക് നോക്കും. ഇപ്പം തന്നെ വണ്ടിയുടെ ലുക്ക് ഓക്കെ. നമുക്ക് മറ്റേ എടുത്ത് നോക്കാം. അപ്ഗ്രേഡ്സ് നോക്കാം ഗൈസ്. ആൽഫ ഉണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് അല്ല മറ്റേ ഫെറി എടുക്കാം. ഫെറി എടുത്തിട്ട് സൈഡ് സ്ട്രിങ്സ് ഇതാണ് ഞാൻ പറഞ്ഞത്. സൈഡ് സ്ട്രിങ്സ് അതും നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് വീൽസിൻ്റെ നമുക്ക് ട്വിസ്റ്റ് എടുക്കാം. അല്ല ഇത് വേണ്ട മറ്റേ വിർച്വൽ എന്തോ ഇതെടുക്കാം. ഇതെടുത്തിട്ട് സ്പോയിലേഴ്സ് അത് നമ്മൾ സ്പോയിലറാണ് നമ്മൾ വെച്ചാൽ. കാർ സ്റ്റീരിയോ നമുക്ക് പിന്നെ ആക്കാം. പിന്നെ ഒരു ദിവസം നമുക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഗൈസ് നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പച്ച ലവൊക്കെ ഇട്ടേക്കാം കേട്ടോ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ. നൈട്രൊക്കെ വെച്ച് കുറേ വണ്ടി പറക്കും. ദൈവമുണ്ട് ഫ്രാങ്കലിൻ്റെ വണ്ടി ആ വണ്ടി കിട്ടുവാണെങ്കിൽ നമ്മളുണ്ടല്ലോ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ മോഡിഫൈഡ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ നമുക്ക് കാറ് വിളയാട്ടം കേസ്. കാറ് ഗ്രോ സ്ട്രീറ്റ് എൻ്റെ വീട്ടിൽ സ്വർഗം. ഇത് പോക്കോ വണ്ടി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ച ലവ് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ കണ്ടില്ല ഗൈസ്. ഞാനൊന്നും ഉദ്ദേശിച്ചല്ല. അതായത് നമ്മളിപ്പോൾ ഗ്രോസറി നമ്മുടെ ഗ്യാങ് ഹൗസ് സിറ്റിയിൽ ഇങ്ങനെ പച്ച കളറുള്ള സാധനമൊക്കെ കാണും. നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ പച്ച കളറുള്ള വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ ഏതാ രസമല്ലേ. എനിക്ക് വൈബായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറയാൻ നമ്മുടെ വണ്ടിയല്ല, ഇത് നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞ വൈലറ്റ് കളറുള്ള വണ്ടി അവരുടെയാണ്. സത്യം പറഞ്ഞാൽ അവരുടെയാണ് മെയിൻ വണ്ടി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വണ്ടി സ്വന്തമാക്കി നമ്മൾ പച്ച കളറൊക്കെ ആക്കി വെള്ള കളറാക്കി സെറ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയും കളർ രക്ഷയില്ല. നമുക്ക് നൈട്രോ ഇട്ട് പറപ്പിക്കുക.
മാറിക്കൂടെ കാറ്. പാനൻ അവൻ ഇടിച്ചിട്ട് പോയി മാറി. ഞാനാണ് ഇടിച്ചു, സോറി ഞാനടിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ കാറ് മോഡിഫൈഡ് ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ പറ ഏതൊക്കെ വീഡിയോ എടുക്കണം, ഏതൊക്കെ രീതി ഞാൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയാം. വണ്ടിയുടെ ലുക്കും കാരണം നോക്കാം. എൻ്റെ അളിയ വീൽ കപ്പും വണ്ടിയുടെ നോക്കി. ഇതെന്തായാലും ഞാൻ ജാങ്ങോസിൻ്റെ വണ്ടിയായിട്ട് എടുക്കും കേട്ടോ. അതായത് ജാങ്ങോസ് മീൻസ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറ്റിയിലെ ജാങ്ങോസ് വണ്ടിയായിട്ട് ഞാൻ എടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വണ്ടി, ബ്രൗൺ കളറുള്ള വണ്ടി. ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സൂപ്പർ വണ്ടിയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിന് ബ്രൗൺ കളർ ലവ് കൊടുക്കുക, മറ്റേതിന് പച്ച കളർ ലവ് കൊടുക്കുക. ബ്രൗൺ ഇല്ലെങ്കിൽ റെഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വണ്ടി കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ കാറും കാറിലൊക്കെ ഗ്യാരേജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സീജയുടെ ഹൗസും കാറിലൊക്കെ പൊളിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ്, ഏതൊക്കെ തരത്തിലുള്ള ഗെയിമാണ് വേണ്ടത്, ഹൊററാണ് ഹൊറർ, അതുപോലെ തന്നെ ഏതൊക്കെ സൂപ്പർ മോഡ്സാണ്, അതായത് സ്റ്റോറി മോഡാണെങ്കിൽ സ്റ്റോറി മോഡ്, ഏത് ക്യാരക്ടർ ഇട്ട് കളിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. അഥവാ എനിക്ക് പറ്റിയില്ല ഞാൻ പറയാം. അതുപോലെ തന്നെ കേസ് നമ്മുടെ വീഡിയോ കാറിൽ ഇത്രേ ഉള്ളൂ കേസ്. അതുപോലെ തന്നെ നമ്മളിനി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി ഏത് കാർ എടുത്തിട്ട് ഏത് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മോഡിഫൈഡും കാറിലൊക്കെ ചെയ്യണം നിങ്ങൾ പറയണം. അതുപോലെ തന്നെ വീഡിയോ കാറിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ബിലോ ചെയ്യുക. ഏതൊക്കെ തരത്തിലുള്ള കാറാണ് വേണ്ടതെന്ന് പറയുക, ഏതൊക്കെ തരത്തിലുള്ള കളർ വേണം നിങ്ങളിങ്ങനെ ബോക്സായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും വീഡിയോ